ഹലോ സ്റ്റുഡൻസ്, അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. പേജ് നമ്പർ 191. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ അരിത്തമെറ്റിക് ആവറേജ് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ടേക്കൺ ഫ്രം ദ അരിത്തമെറ്റിക് ആവറേജ് ഓഫ് എ സീരീസ്. അതായത് ഒരു സീരീസിലെ ഐറ്റംസിൻ്റെ അതിൻ്റെ അരിത്തമെറ്റിക് ആവറേജിൻ്റെ അകത്തു നിന്നുള്ള ഡീവിയേഷൻ എടുത്തിട്ട് അതിൻ്റെ സ്ക്വയറിൻ്റെ ആവറേജ് എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വിളിക്കുന്നത്. താഴെ ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോ എക്സിൻ്റെ അകത്തുനിന്നും അരിത്തമെറ്റിക് ആവറേജ് എക്സ് ബാർ കുറച്ചു, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്തു, എന്നിട്ട് അതിൻ്റെ ആവറേജ് കണ്ടു. ആവറേജ് കാണാൻ വേണ്ടിയാണ് ഡിവൈഡഡ് ബൈ n ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനൊരു സ്ക്വയർ റൂട്ടും കൂടെ ഇട്ട് കൊടുത്തിരിക്കുന്നു. അതാണ് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ റൂട്ട് ടു മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്നും വിളിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷർ ഓഫ് ഡിസ്പെർഷനാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സൈൻ എന്ന് പറയുന്നത് സിഗ്മയാണ്. അവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. സിഗ്മ എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഗ്രീക്ക് ലെറ്റർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത് പ്രസിദ്ധനായ കാൾ പിയേഴ്സണാണ്. പ്രൊഫസർ കാൾ പിയേഴ്സണാണ് 1823 കണ്ടുപിടിച്ചിരിക്കുന്നത്. മീൻ ഡീവിയേഷൻ്റെ കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഫോമാണ് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മീൻ ഡീവിയേഷൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് പ്ലസ് സൈനും മൈനസ് സൈനും നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു ക്രിറ്റിസിസത്തിനെയും കൂടെ ഓവർകം ചെയ്തുകൊണ്ട് ഫോം ചെയ്തിരിക്കുന്നതാണ് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അടുത്തത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബ്സല്യൂട്ട് മെഷറാണ്. അതിൻ്റെ തന്നെ റിലേറ്റീവ് മെഷറാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്ന റിലേറ്റീവ് ഡിഗ്രി ഓഫ് വേരിയബിലിറ്റി ഇൻ എ സീരീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടെ ബോൾഡായിട്ട് കാണിച്ചിട്ടുണ്ട്. ലെസ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനുള്ള സീരീസിനെ നമ്മൾ മോർ കൺസിസ്റ്റൻ്റ് എന്ന് വിളിക്കും. അതേപോലെ നേരെ തിരിച്ച് കൂടുതൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ആ സീരീസ് എന്ന് പറയുന്നത് ലെസ് കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേരിയബിലിറ്റി, ഹോമോജിനിറ്റി, സ്റ്റെബിലിറ്റി, കൺസിസ്റ്റൻസി, യൂണിഫോമിറ്റി അങ്ങനത്തെ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, രണ്ടോ അതിലധികമോ സീരീസിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മീനാണ്. സിഗ്മ ഡിവൈഡഡ് ബൈ എക്സ് ബാർ ഇൻറ്റു 100 എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേരിയൻസ്. വേരിയൻസ് എന്ന് പറയുന്നതും മെഷർ ഓഫ് ഡിസ്പെർഷൻ്റെ അകത്ത് വരുന്ന വേറൊരു മെഷറാണ്. ഇത് ഫസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത് R.I. ഫിഷറാണ്. 1980 യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് വിളിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് വേരിയൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഡീവിയേഷൻസ് എടുക്കുന്ന എപ്പോഴും അരിത്തമെറ്റിക് ആവറേജ് അല്ലെങ്കിൽ മീൻ യൂസ് ചെയ്തിട്ടാണ്. രണ്ടാമത്തത് പ്ലസ് സൈൻ ആണെന്നുണ്ടെങ്കിലും മൈനസ് സൈൻ ആണെന്നുണ്ടെങ്കിലും അത് നമ്മൾ ഡീവിയേഷൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് നമ്മൾ പ്ലസ് ആണെന്നുണ്ടെങ്കിലും മൈനസ് ആണെന്നുണ്ടെങ്കിലും അതിനെ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് ന്യൂട്രലായി പൊക്കോളുമല്ലോ. അപ്പോൾ നമ്മളിവിടെ സ്ക്വയർഡ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈനസ് ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത് ന്യൂട്രലൈസ് ചെയ്ത് പൊക്കോളും. ഫോർത്ത് വൺ, നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഏറ്റവും അവസാനം നമ്മൾ സ്ക്വയർ റൂട്ട് കാണുന്നത്. അപ്പോൾ ആ സ്ക്വയർ ചെയ്തതിൻ്റെ ആ ഒരു എഫക്റ്റ് അതിൻ്റെ അകത്ത് ന്യൂട്രലൈസ് ചെയ്ത് പൊക്കോളും. അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിലുള്ള ഡിഫറൻസാണ്. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനിൽ നിന്നോ മീഡിയനിൽ നിന്നോ മോഡിൽ നിന്നോ ഏതിൻ്റെ അകത്തുനിന്ന് വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ മീൻ യൂസ് ചെയ്ത് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മീൻ ഡീവിയേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലസ് സൈനും മൈനസ് സൈനും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ ഇഗ്നോർ ചെയ്യുന്നില്ല. പ്ലസ് സൈനോ മൈനസ് സൈനോ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കും. തേർഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ഡീവിയേഷൻ്റെ അകത്ത് നമ്മൾ ഡീവിയേഷൻസ് എടുത്തിട്ട് അതിൻ്റെ സിമ്പിൾ ആവറേജാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ അകത്ത് നമ്മൾ സ്ക്വയേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ റൂട്ടാണ് നമ്മൾ കാണുന്നത്. അടുത്തത് മീൻ ഡീവിയേഷൻ്റെ അകത്ത് മാത്തമെറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ കുറവാണ്. പക്ഷേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് മാത്തമെറ്റിക്കലി കുറച്ചുകൂടെ സൗണ്ടാണ്. നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിൽ ഫസ്റ്റ് നമുക്ക് ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ്റെ ആണ്. അതിനകത്ത് ഫസ്റ്റ് മെത്തേഡ് കിടക്കുന്ന മെത്തേഡ് ബേസ്ഡ് ഓൺ ദ യൂസ് ഓഫ് ആക്ച്വൽ ഡേറ്റേനെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് സ്ക്വയർ ഓഫ് വാല്യൂ മെത്തേഡ് എന്നാണ് അറിയപ്പെടുന്നത്.
അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിൻ്റെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ മെത്തേഡ് സ്ക്വയർ ഓഫ് വാല്യൂസ് മെത്തേഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ദ ഓൾ സ്ക്വയർ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കാണേണ്ടത് സിഗ്മ എക്സ് കാണണം, അതായത് തന്നിരിക്കുന്ന എല്ലാ ഒബ്സർവേഷൻ്റെയും സമ്മ് നമ്മൾ കാണണം. രണ്ടാമത് തന്നിരിക്കുന്ന എല്ലാ വാല്യൂസിൻ്റെ സ്ക്വയർ നമ്മൾ കാണണം. സ്ക്വയർ കണ്ടിട്ട് അതിൻ്റെ സമ്മ് കാണണം. പിന്നെ അടുത്തത് ഇക്വേഷൻ്റെ അകത്തേക്ക് ഈ പറഞ്ഞ രണ്ട് വാല്യൂസ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇല്ലസ്ട്രേഷൻ നമ്പർ 16 നോക്കുക. ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്പർ ഓഫ് കാർസ് എന്നും വേണ്ട കുറച്ച് ഒബ്സർവേഷൻ കുറച്ചെണ്ണം മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് സ്ക്വയർ ഓഫ് വാല്യൂ മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ തന്നിരിക്കുന്ന എക്സ് എല്ലാം എടുത്തെഴുതി സിഗ്മ എക്സ് കണ്ടു 56 കിട്ടി. എക്സ് സ്ക്വയർ എല്ലാം കണ്ടുപിടിച്ചു, അതിൻ്റെ ടോട്ടലും കണ്ടുപിടിച്ചു 404 കിട്ടി. ഇനി നേരെ ഇക്വേഷൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് 404 ഡിവൈഡഡ് ബൈ 8 മൈനസ് 56/8 ഹോൾ സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം. 56 ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പം 7 കിട്ടും. 7ൻ്റെ സ്ക്വയർ നമ്മൾ കണ്ടു 49 കിട്ടും. 404 ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ 50.5 കിട്ടും. അപ്പോൾ 50.5ൻ്റെ അകത്തുനിന്ന് 49 ഡിഡക്റ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റൂട്ട് കാണുക. അപ്പം 1.5ൻ്റെ റൂട്ട് കണ്ടു കഴിയുമ്പോഴത്തേനും 1.225 നമുക്ക് കിട്ടും. അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത അതിൻ്റെ കോഎഫിഷ്യൻ്റ് കാണണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മീൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 1.225 ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. പിന്നെ മീൻ എത്രയാണെന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പം മീനും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. മീൻ എന്ന് പറയുന്നത് എക്സ് ബാർ ഇസിക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ ആണ്. 56 ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ 7 കിട്ടും. പിന്നെ കോഎഫിഷ്യൻറ്റിൻ്റെ ഇക്വേഷൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. 1.225 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പം 17.5 എന്ന് കിട്ടും. പെർസെൻറ്റേജിലാണ് നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കിട്ടുന്നത്. സിമ്പിളായിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഇല്ലസ്ട്രേഷൻ നമ്പർ 17 നോക്കുക. അതും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സെയിം പോലെ തന്നെ ചെയ്താൽ മതി. നമുക്ക് സൈസ് ഓഫ് ദ ഐറ്റം എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത് എക്സ് വേരിയബിളാണ്. അപ്പോൾ എക്സ് വേരിയബിൾ എല്ലാം എടുത്തെഴുതി അതിൻ്റെ ടോട്ടലും കാണണം. എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ടോട്ടലും കാണണം. എന്നിട്ട് നേരെ ഇക്വേഷൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് ടോട്ടൽ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഓൾ സ്ക്വയർ കൊടുക്കുക. അപ്പം റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 4908 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ഐറ്റം 10 വരും. സിഗ്മ എക്സ് എന്ന് പറയുന്നത് 200 ആണ്. 200 ഡിവൈഡഡ് ബൈ 10 ഹോൾ സ്ക്വയർ വരും. അപ്പോൾ 200 ഡിവൈഡഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞിട്ട് വേണം സ്ക്വയർ കാണാനായിട്ട്. അപ്പോൾ 20 സ്ക്വയർ എന്ന് വരും. അപ്പോൾ 400 409.8 മൈനസ് 400 ഈസിക്കൽ ടു റൂട്ട് 9.8 വരും. റൂട്ട് കണ്ടു കഴിയുമ്പം 3.13 കിട്ടും. അടുത്തത് കോഎഫിഷ്യൻ്റ് കാണാൻ നേരത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മീൻ ആണ്. അപ്പം നമുക്ക് മീനും കൂടെ അഡീഷണൽ ആയിട്ട് അവിടെ കാണേണ്ടതായിട്ടുണ്ട്. അപ്പം മീൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ബൈ എൻ ആണ്. സിഗ്മ എക്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ് 200. അപ്പോൾ 200 ഡിവൈഡഡ് ബൈ 10 20 ആണ്. പിന്നെ നേരെ കോഎഫിഷ്യൻ്റ് ഇക്വേഷൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മീൻ ഇട്ട് കൊടുത്തു ചെയ്ത് കഴിയുമ്പോൾ 15.65% കിട്ടും. അടുത്തത് ഡയറക്റ്റ് മെത്തേഡിൽ ആക്ച്വൽ മീൻ കണ്ടുപിടിക്കാനായിട്ടാണ്. ഇപ്പം നമ്മൾ ചെയ്തത് സ്ക്വയർ ഓഫ് വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ മെത്തേഡ് ബേസ്ഡ് ഓൺ ദ യൂസ് ഓഫ് ആക്ച്വൽ ഡേറ്റയാണ്. അടുത്തത് രണ്ടാമത്താണ് ഡയറക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ആക്ച്വൽ മീൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും ഇക്വേഷൻ്റെ അകത്ത് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഡീവിയേഷൻസ് എടുക്കുന്ന ആക്ച്വൽ മീനിൻ്റെ അകത്തു നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആക്ച്വൽ മീൻ മെത്തേഡ് അതുകൊണ്ടാണിത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക എന്നുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ആണ്. ഫസ്റ്റ് മെത്തേഡിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി മീൻ കാണേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഈ മെത്തേഡിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ മീൻ കണ്ടുപിടിച്ചിട്ട് ആ മീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് കാൽക്കുലേറ്റ് ആക്ച്വൽ മീൻ ഓഫ് ദ സീരീസ് എക്സ് ബാർ അല്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കണം. രണ്ടാമത് ഡീവിയേഷൻസ് എടുക്കണം, അതായത് എല്ലാ ഇൻഡിവിജ്വൽ ഐറ്റംസിൻ്റെ അകത്തുനിന്നും ഈ മീൻ ഡിഡക്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഡിയുടെ വാല്യൂ എത്രയാണെന്നുള്ളത് കാണണം. അടുത്തത് അതിൻ്റെ സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിയുടെ സ്ക്വയർ കാണുക, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കണം. ദെൻ ഡിയുടെ സ്ക്വയറിനെ എൻഡ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണും. അതാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇല്ലസ്ട്രേഷൻ നമ്പർ 18 നോക്കുക.
ഇൻഡിവിജ്വൽ സീരീസിൽ തന്നെ ഈ മെത്തേഡ് വെച്ചിട്ട്, അതായത് ആക്ച്വൽ മീൻ യൂസ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഇക്വേഷൻ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ, അല്ലെങ്കിൽ സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് മീൻ കണ്ടിട്ട് വേണം കാണാനായിട്ട്. മീൻ കാണാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ബൈ എൻ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സിഗ്മ എക്സ് ബൈ എൻ കണ്ടു. അപ്പോൾ 200 ഡിവൈഡഡ് ബൈ 10 20 കിട്ടും. ആ 20നെ ഇപ്പം നിങ്ങൾ ഇല്ലുസ്ട്രേഷൻ നമ്പർ 70 ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് വേറെ മെത്തേഡിൽ ഇല്ലുസ്ട്രേഷൻ നമ്പർ 80 ആയിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്, ചെയ്യുന്ന മെത്തേഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കാം, ഫസ്റ്റ് മീൻ കണ്ടുപിടിച്ചു, 20 കിട്ടി. ഇനി ആ കിട്ടിയ 20 മീൻ എന്ന് പറയുന്നത് എല്ലാ ഇൻഡിവിജ്വൽ ഐറ്റത്തിൻ്റെയും അതൊന്നും ഡിഡക്റ്റ് ചെയ്തു. ഡിഡക്റ്റ് ചെയ്യുന്ന സമയത്ത് പ്ലസ് ഓർ മൈനസ് ഇട്ട് സൈൻ ഇട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ ഐറ്റത്തിൽ നിന്നും ഡിഡക്റ്റ് ചെയ്തു. ഡിഡക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഡി കിട്ടി. അത് കഴിഞ്ഞിട്ട് ഡി സ്ക്വയർ കണ്ടു. ഡി സ്ക്വയറിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് ഇത്രയും നമ്മൾ കോളമായിട്ട് ചെയ്യാം. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സിഗ്മ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്നാണ്, അതായത് റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ. അപ്പോൾ ഇവിടെ സിഗ്മ ഡി സ്ക്വയർ എന്ന് പറയുന്നത് 98 ആണ്, എന്നു പറയുന്നത് 10 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 98 ഡിവൈഡഡ് ബൈ 10, അതായത് റൂട്ട് ഓഫ് 9.8 3.13 തന്നെ കിട്ടും. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് വരുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മീൻ. മീൻ നമ്മൾ ഫസ്റ്റിലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് എളുപ്പമുണ്ട്, നേരെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 3.13 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 20 15.65. അതായത് ഇല്ലസ്ട്രേഷൻ നമ്പർ 17 8 ആൻസർ നമുക്ക് സെയിം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ രണ്ടും അപ്ലൈ ചെയ്തിരിക്കുന്ന മെത്തേഡ് ഡിഫറൻ്റ് ആണെന്നേ ഉള്ളൂ. ഒന്ന് ആക്ച്വൽ മീൻ മെത്തേഡും ഒന്ന് സ്ക്വയർ ഓഫ് വാല്യൂ മെത്തേഡുമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളോട് ഇന്ന മെത്തേഡ് അപ്ലൈ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് എളുപ്പമുള്ളത് ഏതാണോ അത് അപ്ലൈ ചെയ്യാം. ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ മിസ്റ്റേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഇക്വേഷൻസിനാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്ത ഇല്ലുസ്ട്രേഷൻ നമ്പർ 19 സെയിം മെത്തേഡിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് മീൻ കാൽക്കുലേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടു. അത് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അടുത്ത തേർഡ് മെത്തേഡാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇൻഡിവിജ്വൽ സീരീസാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇൻഡിവിജ്വൽ സീരീസിൽ മാത്രം നമുക്ക് 3 മെത്തേഡ് കിടപ്പുണ്ട്. അതിൽ മൂന്നാമത്തെ മെത്തേഡാണ് ഷോർട്ട് കട്ട് മെത്തേഡ്, അല്ലെങ്കിൽ അസ്യൂംഡ് മീൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീവിയേഷൻസ് എടുക്കുന്നത് അസ്യൂംഡ് മീൻ്റെ അകത്തുനിന്നാണ്. തൊട്ട് മുൻപ് നമ്മൾ ചെയ്ത മെത്തേഡിൽ ഡീവിയേഷൻ നമ്മൾ എടുക്കുന്നത് അരിത്തമെറ്റിക് മീൻ്റെ അകത്തുനിന്നാണ്. ഇവിടെ ആയപ്പോഴത്തേനും അസ്യൂംഡ് മീൻ്റെ അകത്തുനിന്നാണ് ഡീവിയേഷൻസ് എടുക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ ഡി ബൈ എൻ ഹോൾ സ്ക്വയർ ആണ്. ആദ്യത്തെ നമ്മുടെ ഇക്വേഷൻ ഇല്ലേ, സ്ക്വയർ ഓഫ് വാല്യൂ മെത്തേഡിൻ്റെ ഇക്വേഷൻ, അതെന്ന് പറയുന്നത് റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. അവിടുത്തെ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഡി വന്നു എന്നേ ഉള്ളൂ. സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ ഡി ബൈ എൻ ദ ഹോൾ സ്ക്വയർ എന്നാണ് വരുന്നത്. ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ആണ്, അതൊന്ന് നോട്ട് ചെയ്തോളുക. നിങ്ങൾ ഇതുവരെ കണ്ട ഡി എ എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ആയിരുന്നു. ഇവിടുത്തെ ഡി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് മൈനസ് എ ആണ്. എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീനാണ്. എക്സ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ ഐറ്റംസ്. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് ഫോർ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ അസ്യൂംഡ് മീൻ എടുക്കുക. ഈ അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത് മീൻ എന്ന് നമ്മൾ ഊഹിച്ചെടുക്കുന്ന ഒരു വാല്യൂ ആണ് അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന സീരീസിലെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എത്രയാണെന്നുള്ളത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഏകദേശം നടുക്ക് വരുന്ന ഒരു വാല്യൂവിനെ വേണം അസ്യൂംഡ് മീനാക്കി എടുക്കാനായിട്ട്. ഈ അസ്യൂംഡ് മീൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നിങ്ങൾ തേർഡ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഏകദേശം നടുക്ക് നിൽക്കുന്ന വാല്യൂ വേണം അസ്യൂംഡ് മീനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു അസ്യൂംഡ് മീൻ എടുക്കുക. രണ്ടാമത് എല്ലാ ഇൻഡിവിജ്വൽ ഐറ്റത്തിൻ്റെ അകത്തുനിന്നും ആ ഒരു അസ്യൂംഡ് മീൻ ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡി കിട്ടും. ഇനി മൂന്നാമത് ഡിയുടെ ടോട്ടൽ നമ്മൾ കാണണം, പിന്നെ ഡി സ്ക്വയർ കാണണം. ഡി സ്ക്വയറിൻ്റെ ടോട്ടൽ നമ്മൾ കാണണം. എന്നിട്ട് നമുക്ക് നേരെ ഇക്വേഷൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇല്ലുസ്ട്രേഷൻ നമ്പർ 20 നോക്കാം. അതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന എക്സ് എല്ലാം ആദ്യമേ എടുത്തെഴുതി. അത് കഴിഞ്ഞിട്ട് അസ്യൂംഡ് മീനാണ്. അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 7ഉം ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 35ഉം ആണ്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ ഏകദേശം നടുക്ക് നിൽക്കുന്ന ഒരു വാല്യൂ ആണ് നമ്മൾ അസ്യൂംഡ് മീനാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ മീനാക്കി എടുത്തിരിക്കുന്നത് 20 ആണ്. ഏകദേശം നടുക്ക് നിൽക്കുന്നതെന്ന് തോന്നുന്ന ഒരു വാല്യൂ 20 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 20 അസ്യൂംഡ് മീൻ ആയതുകൊണ്ട് എല്ലാ എക്സ് വേരിയബിളിൻ്റെ അകത്തുനിന്നും 20നെ ഡിഡക്റ്റ് ചെയ്യുക.
അപ്പോൾ എല്ലാത്തിൻ്റെ അത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ പ്ലസ് ഓർ മൈനസ് സൈനൊക്കെ ഇട്ട് വരും. സൈനൊന്നും നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ട. അത് കഴിഞ്ഞ് ഡി സ്ക്വയർ കാണണം. ഇതിൻ്റെ 3 കോളത്തിന് ടോട്ടൽ കാണണം. പിന്നെ നമുക്ക് നേരെ ഇക്വേഷനകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ. ഡി സ്ക്വയറിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 778 എൻ എന്ന് പറയുന്നത് 10 ആണ്. നമ്പർ ഓഫ് ഐറ്റംസ് 10 ആണ്. പിന്നെ സിഗ്മ ഡി എന്ന് പറയുന്നത് -10 ആണ്. അവിടെ എൻ എന്ന് പറയുന്നത് 10 തന്നെയാണ്. ഇക്വേഷനകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 8.76 കിട്ടും. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാൻ വേണ്ടി നമുക്ക് എക്സ് ബാർ മീൻ ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മീൻ എന്ന് പറയുന്നത് ഇവിടെ അസ്യൂംഡ് മീൻ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മീൻ കാണാനായിട്ടുള്ള ഇക്വേഷൻ എ പ്ലസ് സിഗ്മ ടി ബൈ എൻ ആണ്. അത് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാരണ മീൻ കാണുന്ന ഇക്വേഷൻ സിഗ്മ എക്സ് ബൈ എൻ അല്ലേ, അത് ചെയ്താലും നമുക്ക് കിട്ടും. സിഗ്മ എക്സ് എന്ന് പറയുന്നത് 190. അപ്പോൾ 190 ഡിവൈഡഡ് ബൈ 10 ചെയ്താലും അതേ 19 തന്നെ നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. ഏത് വെച്ചിട്ടാണെങ്കിലും അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനായിട്ടുള്ള ഇക്വേഷൻ. അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അത് തന്നെ നമുക്ക് 3 മെത്തേഡ് ഉണ്ട്. സ്ക്വയർ ഓഫ് വാല്യൂ മെത്തേഡ്, ആക്ച്വൽ മീൻ മെത്തേഡ്, പിന്നെ അസ്യൂംഡ് മീൻ മെത്തേഡ്. അപ്പോൾ ഈ 3 മെത്തേഡും നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ ഇക്വേഷൻസും എഴുതി വെക്കുക. അതിനകത്ത് ഇല്ലസ്ട്രേഷൻസ് എല്ലാം നോക്കുക. പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസും ചെയ്യുക. ഓക്കെ, താങ്ക് യു.